മക്കളെ, നമ്മുടെ ചലച്ചിത്രകാരൻ സലീം കുമാർ അന്തരിച്ചു. നമുക്ക് ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, എഴുതി അതുല്യ കലാകാരന് വേണ്ടി ആത്മശാന്തിക്ക് വേണ്ടി കണ്ണടച്ച് ഒന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച വേഗം മരിക്കും. അല്ല, സലീം കുമാർ നടന്നു വേണ്ടി എന്തോ പ്രാർത്ഥിച്ചു? മരിച്ചുവല്ലോ, എന്തോ പ്രാർത്ഥിച്ച? കബറന്നാണ്. ആ, ഓക്കെ. നീയാ സ്വർഗത്തിലേക്ക് പോണേന്ന്? ആ, ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചില്ല, ചുമ്മാ എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. ഞാൻ അങ്ങനെ സിനിമയിലോട്ട് ഖബറിനെ കുറിച്ച് പ്രാർത്ഥിച്ച. സലീം കുമാർ എന്ന നടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് മലയാളത്തിൽ ഒരുപാട് കിടിലം ക്യാരക്ടർ ചെയ്ത വ്യക്തിയാണ് അല്ലേ? സലീം കുമാർ എന്ന് പറഞ്ഞ ഡയലോഗെല്ലാം, ഓരോ കോമഡി ഡയലോഗെല്ലാം മലയാളത്തിൽ വലിയ ട്രെൻഡാണ്. ഒരുപാട് മലയാളികൾ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. അതിൽ അറിയാവുന്ന കുറേ പദങ്ങളുണ്ട്. അതിൽ ഒരു പദം ഒരാൾ കൈ വെക്കുക, അറിയാവുന്ന. ഓക്കെ, സലീം കുമാറിന്റെ പടത്തിലുള്ള ഡയലോഗ് പറ. എന്തോ മെൽക്കൗ. ഓക്കെ, ആരാ പറയാൻ പോകുന്ന? ഓക്കെ, പറ. ഭവാനി മനസ്സ് വെച്ചാൽ ഈ കലവറ മണിയറയാക്കാം. ഓക്കെ, വെരി ഗുഡ്. ആരാണ്? ഞാൻ. നീ ഒക്കെ പറ. എന്താ പറയുന്ന? ചിലപ്പോൾ അവിടെ ബിരിയാണി ഉണ്ടാകാം. ബിരിയാണി ഉണ്ടാകും. ബിരിയാണി കൊടുത്താലോ എന്നാണ്. ഓക്കെ, കുട്ടി ഗെയ്സ്, അടുത്ത ആരാ പറയാൻ പോകുന്ന? ഓക്കെ, നീ മാത്രം പറ. ആരെയെന്ന് പറ. ദൈവമേ, മൂർഖനെയാണ് ഞാൻ ചവിട്ടിയത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നീ പറ. നന്ദി മാത്രമേ ഉള്ളൂ. നന്ദി മാത്രമേ ഉള്ളൂ. ഓക്കെ, നീ ഷോന്നുള്ള ഡയലോഗാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആരാ പറയാൻ പോകുന്നത്? നിങ്ങൾ. നീ വീണ്ടും നീ അത് പറയും. വനജയെ കന്യായില്ലേ. അതെന്താ വനജയെ കന്യായില്ലേ? വനജയ കന്യായില്ലേ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ക്ലാപ്പ് കൊടു. ഞാൻ പറഞ്ഞു. അടുത്തതായി സലീം കുമാറിന്റെ ആ ഡയലോഗ് പറയുന്നവരാണ്. നീ പറ. ഭീകരനാണ് അവൻ, കൊടും ഭീകരൻ. എടാ, മുഖത്തൊരു എക്സ്പ്രഷൻ പറഞ്ഞേ. നീ എന്തുവാ? ഭീകരനാണ് അവൻ, കൊടും ഭീകരൻ. പോരാ, ഒന്നുകൂടെ എങ്ങനെ നീ പറ. എന്തുവാ പറയണ്ട? ഇപ്പൊ അവൻ പറഞ്ഞത് ഭീകരനാണ് അവൻ, കൊടും ഭീകരൻ. ഞാൻ പറയാം, ഭീകരനാവൻ കൊടും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഗെയിം വൈൻഡപ്പ് ചെയ്യാം. ഗെയിമല്ല, ഇത് അനശ്വര കലാകാരന് വേണ്ടി നമ്മൾ എന്താ പറയാ, പുതിയ തലമുറയിലെ പിള്ളേർക്ക് വരെ പുള്ളിക്കാരൻ ഡയലോഗ് കാണാപ്പാടമാണ് അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ പുള്ളിക്കാരുടെ പടങ്ങളെല്ലാം? ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടമുള്ള പടം ഏതാ? പോക്കിരാജ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ക്രിസ്ത്യൻ ബ്രദേഴ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സലീം കുമാർ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം? ഏറ്റവും ഇഷ്ടപ്പെട്ട പറഞ്ഞ കൊറേ ഉണ്ടല്ലോ. അതില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതില് ഓക്കെ, അതിനകത്തെല്ലാം ഉണ്ട് സലീം കുമാർ. എന്നാലും സലീം കുമാറിന്റെ റോള് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ഫെമിലിയർ ആയത്, ഒരു സ്റ്റാർഡം അല്ല, കോമഡി എന്നുള്ള രീതിയിൽ ആളുകളിലേക്ക് എക്സ്പ്ലോർ ചെയ്തത് ഈ പടമുണ്ട്. പുലിവാൽ കല്യാണം, അതില് നൈസായിട്ട് പാട്ടുണ്ട്. പിന്നെ പറഞ്ഞാൽ കൊറേ എണ്ണം ഉണ്ടല്ലോ. എനിക്ക് ആ കല്യാണ രാമൻ, പിന്നെ കല്യാണത്തിൽ പാട്ടുണ്ട്, ഗുജറാത്തി മലയാളിപ്പൻ. പാട്ടൊന്ന് പാടിക്ക. ഗുജറാത്തി മലയാളി സലീം കുമാർ പാടിയ പോലെ പാടണം. ഗുജറാത്തി ഞങ്ങൾക്ക് ഫണ്ണി ക്വസ്റ്റ്യൻ മതിയല്ലേ? പറയും, അറിയാമെങ്കിൽ പറയും. അറിയാവുന്നവർ കൈ വെക്കുക, ചാടിക്കാതെ പറയാൻ പാടില്ല കേട്ടാ. കട്ടക്ക് കൂടെ നിൽക്കുന്ന ഒരു ഫ്രൂട്ട്. ഞാൻ സപ്പോട്ട. നീ പറ.
ജാക്ക് ഫ്രൂട്ട്. ആ തെറ്റിപ്പോയി. ഞാൻ സപ്പോർട്ടാ പറഞ്ഞേ. സപ്പോർട്ടാണ് ശരി. ഞാൻ പറഞ്ഞ അറിയാമെങ്കിൽ മാത്രമേ പറയാനുള്ളൂ. സപ്പോർട്ടാ. ഓക്കെ. സപ്പോർട്ട് അത് ആ സമയത്ത് ഉണ്ട്. സപ്പോർട്ട് അറിയാവുന്ന കൈവക്കുള്ളൂ കേട്ടാ. ചാടിക്കൽ പറഞ്ഞാൽ അവരെ പുറത്താക്കും. അറിയാവുന്നവർ കൈവക്കുക. തെറ്റുത്തരമാണെങ്കിൽ അവര് പുറത്തു പോകും. ഓക്കെ ആണല്ലോ. ആര് തെറ്റുത്തരം പറയുന്ന അവര് പുറത്തു പോകും. അറിയാവുന്നവർ ആലോചിച്ച് കൈവക്കുക. ഓക്കെ. അറിയത്തില്ല കുഴപ്പമില്ല. ഓക്കെ. വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഒരു ഗസ്റ്റ് ഉണ്ട്. തെറ്റാണ് പുറത്തു പോവേ. നെക്സ്റ്റ് വൺ കൂടുതൽ ഓവറാകാതെ. നെക്സ്റ്റ് വൺ എന്തിന് വന്നു എന്ന് ചോദിക്കുന്ന ഒരു സ്ഥലം ആലപ്പുഴയിലുണ്ട്. എന്തിന് വന്നു എന്ന് ചോദിക്കുന്ന സ്ഥലം വൈക്കം. വൈക്കം വൈക്കമ്മ. ഓക്കെ കൈയടിച്ചോളൂ. ഓക്കെ. 0 കണ്ടുപിടിച്ച രാജ്യം. 0. നീ പുറത്ത് കൈ പറയുമ്പോ മാത്രമേ ഉള്ളൂ. 0 കണ്ടുപിടിച്ച രാജ്യം. ഓക്കെ ഓക്കെ ചെയ്യാം. ടീം എ ടീം ബി. ഓക്കെ ആണല്ലോ. ഓക്കെ. അതിന് മീനുകൾക്ക് പേടിയുള്ള ദിവസം. എന്റെ മോനെ ഫ്രൈഡേ പൊളിച്ച്. ഫ്രൈഡേ കൈയടിച്ചോളൂ. ജിക്കാണേ. ഇതാരും പറയൂല. ലോകത്തിലെ ഏറ്റവും വിഷമമുള്ള ഒരു മൃഗം. ലോകത്തിലെ ഏറ്റവും വിഷമമുള്ള ഒരു മൃഗം. ജിക്ക് വിഷമം സാഡ്. അറിയാമോ? ഇല്ല. രണ്ടുപേർക്കില്ല. ഓക്കെ. അറിയാവുന്നവർ കമന്റ് ചെയ്യേ. അടുത്ത ജിക്കാണേ. ഉറങ്ങുന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഉറങ്ങുന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ടീം എ അറിയാമോ? ടീം ബി അറിയാമോ? ഉറങ്ങുന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഇത് സുരേഷ് ഗോപിയാണ്. അല്ലല്ല. എല്ലാവരും ഇത് കുസൃതിയാണേ. ജി കെ നിങ്ങൾ പറ്റത്തില്ല. ആ എല്ലാവരും തെന്നി വീഴുന്ന രാജ്യം. നീ പറ. കറക്റ്റ് ഉത്തരവാണ്. എപ്പോഴും വിശപ്പുള്ള ഒരു രാജ്യം. ഹംഗറി. പറഞ്ഞു സിമ്പിൾ ഫണ്ണി ക്വസ്റ്റ്യൻ. കൈ വെക്കണം ആദ്യം. ഏറ്റവും കൂടുതൽ തിരക്കുള്ള രാജ്യം. ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കൂടുതൽ തിരക്കുള്ള രാജ്യം. നീ കിടന്നു. ഫണ്ണി ക്വസ്റ്റ്യൻ. അറിയാമോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേൾഡ് കപ്പ് ടീം ഏതാ? അർജന്റീന. അപ്പൊ ഇതിന്റെ ഉത്തരം അർജന്റീന. ഏറ്റവും കൂടുതൽ തിരക്കുള്ള രാജ്യം ഏതാണ്? അർജന്റീന. ഇത് ഞാൻ ചോദിച്ചിട്ടുള്ളതാണ് ചോദ്യം. ഉത്തരം എല്ലാവർക്കും അറിയാം. പെട്ടെന്ന് പറയണേ. ഫണ്ണി ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ മഴയുള്ള രാജ്യം ബഹ്റൈൻ. ഓക്കെ. കൺട്രീസ് ആണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന രാജ്യം. ലോകത്തെ ഏറ്റവും കൂടുതൽ രാജ്യം. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന കോണ്ടിനെന്റ്. കൺട്രീസ് ആണ്. രാജ്യങ്ങളുടെ പേര് പറഞ്ഞാൽ മതി. അറിയാമോ? കേരള. ഒരിടം പറയാം. നിങ്ങളെ കഴിഞ്ഞു. അടുത്തത് നിനക്ക് പറയാൻ പറ്റും. നീ ഫുട്ബോൾ പ്രേമിയല്ലേ. ഏറ്റവും കൂടുതൽ ഫുട്ബോൾ കപ്പ് വേൾഡ് കപ്പ് നേടിയ രാജ്യം. ബ്രസീൽ. കറക്റ്റ് ആണ്. ഓക്കെ കൈയടി. ഇന്ത്യയുടെ ദേശീയ പാനീയം. The last and final one. Okay. നമ്മുടെ ശരീരത്തിൽ എല്ലുകളില്ലാത്ത ഒരു ജീവി. ഇതാരും പറയില്ല മോനെ. ശരീരത്തിൽ എല്ലുകളില്ലാത്ത ഒരു ജീവി. എല്ലുകളേ ഇല്ലാത്ത ജീവി. ആ ജിക്ക് അല്ല പറഞ്ഞല്ല. മീനാണ്. ജീവി. ശരീരത്തിൽ എല്ലുകളില്ലാത്ത ജീവിയുണ്ട്. ഏതെങ്കിലും ജീവിയുടെ പേര് പറ.
ശരീരത്തിൽ മീനല്ല ജീവി. ശരീരത്ത് മീനാ. നാക്ക അല്ല. അറിയാമോ അതെന്തുവാ മലയാളത്തിലെന്തുവാ? നീരാളില്ല. ശരീരത്തുള്ളതല്ലേ? ആ ശരീരത്തിൽ എല്ലില്ല. കോഴിപ്പാട്ട്. പുളിപ്പാട്ടാ ശരീരത്തിൽ എല്ലിനകത്ത് എന്ന് പോവും. കൊച്ചു കൊച്ചൊന്നുമല്ല. അല്ല അല്ല തെരലിയാ തെരണ്ടി. നീ എന്ത് ഉദ്ദേശിച്ചു? തെരണ്ടി തെരണ്ടി കറക്റ്റ് ആയോടി. ആ കൈയടി കണ്ടാ ചെപ്പം പൊളിച്ച്. ആ അപ്പൊ ഒരു കൈയടി ഉള്ളു.